കണ്ണും പൊട്ടിയുറങ്ങണം. ആ താമര കണ്ണനുറങ്ങണം. ഹലോ മക്കളെ, ഇന്ന് നമ്മുടെ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതായത് ഇന്നേക്ക് 1 വർഷം മുന്നെയാണ് കുഞ്ഞുമണി ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയത്. എത്ര പെട്ടെന്ന് നല്ല സമയമൊക്കെ കടന്നു പോകുന്നേ. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു അതൊക്കെ. എന്തായാലും നമ്മൾ ആ ബർത്ത്ഡേ അങ്ങ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അന്ന് രാവിലെ തന്നെ ആശാട്ടിക്ക് നല്ല ചൂടും പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നല്ല മഴയൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഇനി അതാണെന്ന് അറിയത്തില്ല, കാരണം 2-3 ദിവസം മുന്നേ കാത് കുത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുമണിക്ക്. ഇനി അതിന്റെ എന്തെങ്കിലും ആണെന്ന് അറിയത്തില്ല. പക്ഷെ ചെവിയിൽ വേദനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ബർത്ത്ഡേ അങ്ങ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ തങ്കക്കൊലിസേ, കുഞ്ഞുമണി തങ്കക്കൊലിസേ, കുഞ്ഞുമണി തങ്കക്കൊച്ചി. പെണ്ണിനടുത്ത് ഇങ്ങനെ വാവാവ പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ. പക്ഷെ ഇന്ന് നല്ലപോലെ അറിയും, കാരണം വൈകിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ ആയിട്ട് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളുമായിട്ട് ഞങ്ങൾ ദാണ്ട മേളോട്ട് പോവാണ് കേട്ടോ. ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ വൈകിട്ടായിരുന്നു, അതുകൊണ്ട് ആദ്യം ഒന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഡെക്കറേറ്റിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ ആയിട്ട് ഓൺലൈന് വാങ്ങിയതാണ്. ഇപ്പോൾ ഇതെല്ലാം ഒരു കോംബോ പോലെ നമുക്ക് കിട്ടുമല്ലോ. ഇതിൻ്റെ ബലൂൺസ് ആയാലും അതിൻ്റെ കൂടെയുള്ള സാധനങ്ങളായാലും എല്ലാം നമുക്കൊരു കോംബോ കണക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് കടയിൽ പോയി തിക്കി തിരക്കി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതെല്ലാം പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്യണം. കുറേ ബലൂൺസ് ഉണ്ടായിരുന്നു, പിന്നെ ബേബി ഗേൾ എന്ന് എഴുതിയ കുറേ ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഹാമ്പറുകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതെല്ലാം ഞങ്ങളൊന്ന് അറേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. കുഞ്ഞുവിനെ ഞങ്ങളൊന്ന് ഉറക്കാൻ കിടത്തിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടികളെല്ലാം തുടങ്ങിയത് കേട്ടോ. അപ്പോഴത്തേക്ക് താണ്ടെ ഓണം തെണ്ണീറ്റ് വന്നിട്ടുണ്ട്. പനിയായതുകൊണ്ട് ചെറിയ നിർബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ബലൂൺ വീർപ്പിക്കുന്നതിലൊക്കെ ഞങ്ങളുടെ കൂടെ കൂടിക്കോന്നും പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ വീണ്ടും ഡെക്കറേഷൻ്റെ പരിപാടികൾ തുടർന്നു. ഈ ഹാപ്പി ബർത്ത്ഡേ കാണാൻ നല്ല രസമില്ലേ? ആദ്യക്ക് കഴിഞ്ഞ വട്ടം ബർത്ത്ഡേക്ക് ബലൂൺ കണക്ക് വീർപ്പിക്കുന്ന ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സംഭവമായിരുന്നു മേടിച്ചത്. ഇത് കുറച്ച് ഡിഫറൻറ്റും കുറച്ച് നീറ്റായിട്ട് തോന്നി കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. പിന്നെ ചേച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡ്ബോർഡ് കണക്ക് കിട്ടുന്നതാണ്. ഇതൊരു ബോക്സ് കണക്കാക്കണം നമ്മൾ. എന്നിട്ട് നമുക്ക് 1 എന്ന രീതിയിൽ എഴുതുന്ന 3 ബോക്സസ് ആണുള്ളത് കേട്ടോ. അതിൻ്റെ പുറത്ത് ഒട്ടിക്കേണ്ട ഓയും എന്നും ഇയും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് വെക്കണം, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒട്ടിക്കണം. അതാണ് പരിപാടി കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ കുഞ്ഞുമണിയുടെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് നീറ്റാക്കി നല്ല ക്യൂട്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായില്ലേ ഞങ്ങളുടെ കുഞ്ഞുമണി ഇപ്പോൾ? അങ്ങനെ നമ്മുടെ 3 ബോക്സും താണ്ട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇളകി പോകും, നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ സെറ്റാക്കാൻ കേട്ടോ. പിന്നെ അതിനകത്ത് ഒട്ടിക്കാനുള്ള ഓയും എന്നും ഇയും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവന്റ് മാനേജറിനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് തന്നെ തുച്ഛമായ റേറ്റിൽ ചെയ്യാവുന്ന കാര്യമുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ. എന്തായാലും കുഞ്ഞ് വലിയ നിർബന്ധമൊന്നും ഇല്ലാതെ ആക്റ്റീവായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബലൂണൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബലൂൺ എല്ലാം വീർപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു ചെയിൻ പോലെ ആക്കണമായിരുന്നു. അപ്പം ഈ ബലൂണൊക്കെ ഹാങ് ചെയ്യാനുള്ള ഒരു സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളതിങ്ങനെ കോർത്ത് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പം അതിനായിട്ട് എന്നെ പ്രധാനമായിട്ട് സഹായിക്കാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആദ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗിരിധറും, അതുപോലെ തന്നെ സുഹിത്തണ്ണൻ്റെ മോനായിട്ടുള്ള നന്ദൂട്ടനുമാണ് കേട്ടോ. അപ്പോൾ 2 പേരും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടാനുള്ള ബലൂണുകളെല്ലാം തറയുന്നു പറക്കി തരുന്നുണ്ടായിരുന്നു. നന്ദൂട്ടനും ഗിരിധറോടെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നതുണ്ടോ. ആദ്യം പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ കിടന്ന് മെരുകുമായിരുന്നു. അവൻ ഹെൽപ്പിങ്ങിന് വലുതായിട്ടില്ലായിരുന്നു കേട്ടോ. അവൻ ഹെൽപ്പ് ചെയ്യാൻ നിന്നാൽ പിന്നെ എൻ്റെ പരിപാടി കൂടും. അതുകൊണ്ട് ഞാനോട് പറഞ്ഞു, ഹെൽപ്പ് ചെയ്യേണ്ട, നീ സൈഡിൽ നിന്നാൽ മതിയെന്ന്. അങ്ങനെ നൈസിനാവൻ വന്നയാടൊക്കെ കോക്കറി കാണിക്കുന്ന കണ്ടോ. അങ്ങനെ ബലൂണൊക്കെ കോർത്ത് നമുക്ക് നല്ല നീളത്തിലുള്ളൊരു ബലൂൺ മാല തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഭിത്തിയിലൊന്ന് അറേഞ്ച് ചെയ്യണം. അതൊരു പണിവെട്ട പരിപാടിയായിരുന്നു കേട്ടോ. ഒരു കണക്കിന് അത് ഒട്ടുന്നില്ലായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ തുടങ്ങി.
മഴ പെയ്തപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിച്ച്, കാരണം കാറ്റടിച്ചത് ഇളകി പോകുമെന്നൊക്കെ ആയിരുന്നു പേടി. പക്ഷെ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമേ വേണ്ടി വന്നില്ല, കാരണം കാറ്റടിക്കുന്നതിന് മുന്നേ അത് ഒട്ടിച്ച് വെച്ചതെല്ലാം ഇങ്ങനെ ഇളകി പോരുന്നു. എന്തായാലും നെറ്റിൽ തന്നെ ആദ്യം ഇളകി വന്നപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി എങ്ങനെ ഇത് ഒട്ടിക്കണമെന്നുള്ളത്. ആദ്യമേ ഞങ്ങൾ സാധാ ടേപ്പൊക്കെ എടുത്ത് വെച്ച് ഒട്ടിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ അണ്ണൻ്റെ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊക്കി ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒട്ടിക്കാൻ അങ്ങ് തുടങ്ങി. എന്തായാലും അത് ഒട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല പാടാണ്, ഒട്ടിക്കും ഇളകി വരും. അങ്ങനെ ഞങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് കുറേ ഒത്തിരി പീസ് ടേപ്പ് ഒട്ടിച്ചിട്ടാണ് കേട്ടോ. ആ ഡബിൾ സൈഡ് ടേപ്പാണ് ഇതിന് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലപോലെ സ്റ്റിക്കായിട്ട് നിൽക്കും. ബാക്കി ടേപ്പൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടേപ്പ് ഏതാണെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേയുടെ സംഭവവും വണ്ണും ഒക്കെ എടുത്ത് നമ്മളൊരു സ്റ്റൂളിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ. ഇനി നമുക്ക് തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കണം. ചേച്ചി താണ്ട ചൂലും കൊണ്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നെല്ലാം ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഗ്രാൻഡ് ആയിട്ടൊന്നുമല്ല, ഒരു ചെറിയ പരിപാടിയാണ്. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ലുക്ക് എന്തായാലും സെറ്റായിട്ടുണ്ട്. തറയിൽ കിടക്കുന്ന സാധനമൊക്കെ അവിടെ ഇവിടെ ഒട്ടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കുളമാവുമെന്ന്. അപ്പം ഇത് നമ്മുടെ ചേച്ചിയുടെയൊക്കെ ഹോം സ്റ്റേ ആയിട്ടുള്ള മൺട്രോമഡോസിൻ്റെ അപ്സ്റ്റേഴ്സിലാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വെച്ച് ഫംഗ്ഷനൊക്കെ നടത്താറുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പം അഖില ചേച്ചിയൊക്കെയാണ് കേക്ക് ഉണ്ടാക്കിയത്. ഐലൻഡ് കേക്ക്സ് എന്നാണ് അവരുടെ കേക്കിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ചേച്ചി അടുത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഡിസൈനൊക്കെ വേണമെന്ന്. അപ്പോൾ ചേച്ചി നല്ല അടിപൊളിയായിട്ട് കേക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേച്ചി അടുത്ത് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം അടുത്ത കേക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി പോയി. അങ്ങനെ നമ്മൾ കേക്ക് നേരെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ സഹിക്കാൻ വയ്യാതെ ഞങ്ങളത് തുറന്ന് കണ്ടു. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ്റെ സമയമായി. ലാസ്റ്റ് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല രസമില്ലായിരുന്നു. സാധാരണ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് കണ്ടപ്പം ഒരുപാട് സന്തോഷമായി. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമായി. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ ഗ്രാൻഡായിട്ട് ഞങ്ങളുടെ തന്നെ രീതി സിമ്പിളായിട്ടും ഞങ്ങളത് ആഘോഷിച്ചു. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ നേരം ഞങ്ങളെല്ലാവരും ഫ്രണ്ട് ഇതിങ്ങനെ കൈയടിക്കുകയല്ലേ. അതിൽ തന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൈയടിക്കുമ്പോൾ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കുഞ്ഞുമണി. അവിടെ കേക്ക് കട്ടിങ് നടക്കുമ്പോൾ ആശാട്ടി അതൊന്നും അറിയുന്നില്ല, എന്താണ് ഈ ചെയ്യുന്നതെന്നായിരുന്നു. പിന്നെ കേക്ക് കൊടുത്തപ്പോൾ ഒരു അടിയൊക്കെ കൊടുത്തു. എങ്കിലും അതിൽ തന്നെ കുറച്ച് നൈസിന് വെച്ച് വായിലൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുമണിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു. പനിയായതുകൊണ്ട് ആശാട്ടിക്ക് കുറച്ച് വയ്യായൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ബർത്ത്ഡേ ഞങ്ങൾക്ക് അടിച്ച് പൊളിക്കണം എന്തായാലും. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അജിത്തണ്ണൻ്റെ ക്ലോസ് ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉള്ളൊരു കുഞ്ഞു പരിപാടിയായിരുന്നു. എന്തായാലും അത് അടിപൊളിയായിട്ടും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേക്ക് ഞാൻ അവസാനം കേക്ക് കഴിക്കുന്നത്. എല്ലാവർക്കും കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ കഴിച്ചത് കേട്ടോ. നല്ല കേക്കായിരുന്നു. അഖിലേച്ചിയുടെ കേക്ക് സൂപ്പറാണ്. അപ്പോൾ വേണ്ടൊരു കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഞങ്ങളെല്ലാവരുടെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ബിരിയാണി ആയിരുന്നു. അണ്ണൻ്റെ കൂട്ടുകാരനുണ്ട് ബിനുവാണ് പ്രിപ്പയർ ചെയ്ത ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗിഫ്റ്റുകളൊക്കെ ഓരോന്നിങ്ങനെ അൺബോക്സ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ അജിത്തൻ്റെ ഫ്രണ്ട്സ് മേടിച്ച് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ഞങ്ങൾ മേടിച്ച് കൊടുത്ത ഗിഫ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാനും ഏട്ടനോട് വാങ്ങിയത്. നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് കുഞ്ഞു പിള്ളേർക്കുള്ള ഇങ്ങനെ ഒന്നൊരു വണ്ടിയില്ലേ, അത് ഓർഡർ ചെയ്തേ. എന്തോ മേടിക്കണമെന്ന് അറിയത്തില്ല, കാരണം മോക്ക് എന്തോ ഇഷ്ടമൊന്നും ഇപ്പോഴൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം അങ്ങ് മേടിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്തവരാണ്, ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിയതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരോ ഉടുപ്പുകളും പാക്കറ്റുകളും എല്ലാം തുറക്കുകയായി. ക്യൂട്ടായിട്ടുള്ള കുറേ കുഞ്ഞുങ്ങളുടെ ഉടുപ്പുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഉടുപ്പല്ല, കുഞ്ഞുമണിക്കായിട്ടുള്ള പെൺപിള്ളേരുടെ ഉടുപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ഞാനും ആദിയും ശിവാനിയും കൂടി ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുകയായിരുന്നു. ആദിച്ചേട്ടനെല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു. ഇത് കൊള്ളാലോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ആദിച്ചേട്ടൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് നോക്കി കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട 2 ടെഡി ബിയേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പൊക്കാന്ന് കരുതി, പക്ഷേ ഒത്തില്ല കേട്ടോ. ആദ്യം അതങ്ങ് അടിച്ചു മാറ്റി. പോട്ടെ, ഇനി പോകുമ്പോൾ പൊക്കാം. പിന്നെ ഒരേ കണക്കുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല ആൾക്കാർ പല കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ, അങ്ങനെ ഒരുപാട് ഒരേ കണക്കുള്ള ഉടുപ്പുകൾ, ഒരേ ഡിസൈനിൽ കളർ മാറ്റമുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം നാണ്ട് പൊട്ടിച്ച് നോക്കുകയാണ്. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞ് പെൺകുട്ടികളുടെ ഉടുപ്പുണ്ടല്ലോ, അത് ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നത് ആദ്യമായിട്ടായിരുന്നു. കാരണം ആദിയുടെ ബർത്ത്ഡേ അല്ലേ ഞങ്ങൾ ഇത്രയും കൊല്ലം 10 വർഷമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം ആദ്യം ഒരു ആൺകുട്ടിയല്ലേ, അപ്പോൾ ഇതാണെങ്കിൽ കൊച്ച് പെൺകുഞ്ഞുങ്ങളുടെ ഉടുപ്പ് കയ്യിലോട്ട് കിട്ടിയപ്പോൾ ഭയങ്കര
ഇഷ്ടം തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളതൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ട് ഞങ്ങൾ അന്ന് വീട്ടിൽ പോരുന്നു കേട്ടോ. കാരണം പിറ്റേന്ന് ഏട്ടന് ജോലിക്ക് പോകണമായിരുന്നു. അങ്ങനെ ഒരു 10, 11, 12 മണിയായപ്പോൾ ഞങ്ങളിഞ്ഞ് പോരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് വൈബടിച്ച് ജീപ്പൊക്കെ ഓടിച്ചാണ്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.